ിട്ടുണ്ട് അതോടൊപ്പം തന്നെ കൂടുതൽ ഭക്തർ ഇപ്പോൾ ഇവിടേക്ക് എത്തുന്ന ഭക്തർ പല ഇടങ്ങളിലും തമ്പടിച്ച് ഇവിടെ തന്നെ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പർണശാലകൾ കെട്ടി ഇവിടെ തന്നെ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ട്. അതുകൊണ്ട് തന്നെ വലിയൊരു ഭക്തജന തിരക്ക് സന്നിധാനത്തും പരിസരത്തും നിലവിൽ ഇപ്പോൾ ഉണ്ട്. നമ്മൾ തിരുവനന്തപുരത്തേക്കാണ് പോകുന്നത്. ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ അറസ്റ്റിലായ തന്ത്രി കണ്ഠരര് രാജീവർക്ക് ദേഹാസ്വാസ്ഥ്യം. ജയിലിൽ വെച്ചാണ് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടത്. തന്ത്രിയെ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റം. വിവരങ്ങളുമായി MS വീണ ചേരുകയാണ്. വീണ, എന്താണ് ലഭിക്കുന്ന വിവരം? അല്പസമയങ്ങൾക്ക് മുമ്പാണ് ജയിലിൽ കഴിയുന്ന അദ്ദേഹത്തിന് കണ്ഠരര് രാജീവന് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടത്. അദ്ദേഹത്തെ ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ SIT സംഘത്തിന് മുമ്പ് അറിയിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് മെഡിക്കൽ ബോർഡ് അടക്കം രൂപീകരിക്കുന്ന കാര്യങ്ങളും പരിഗണനയിലൊക്കെ ആയിരുന്നു. ഇപ്പോൾ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് അദ്ദേഹത്തെ ഉടനെ തന്നെ തിരുവനന്തപുരത്തെ ജനറൽ ആശുപത്രിയിൽ എത്തിക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്ത് തരത്തിലുള്ള ബുദ്ധിമുട്ടാണെന്ന് ആശുപത്രിയിൽ എത്തിച്ചതിന് ശേഷമായിരിക്കും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് ഉടൻ എത്തിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് കഴിഞ്ഞ ദിവസമാണ് ഈ ശബരിമല സ്വർണ്ണക്കവർച്ച കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ SIT സംഘം ചോദ്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് രഹസ്യ കേന്ദ്രത്തിൽ എത്തിച്ച് ചോദ്യം ചെയ്തത്. തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് രേഖപ്പെടുത്തുകയും കോടതിയിൽ ഹാജരാക്കി കോടതി റിമാൻഡ് ചെയ്യുകയുമായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് ജനറൽ ആശുപത്രിയിലേക്ക് എത്തിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്ത് തരത്തിലുള്ള ബുദ്ധിമുട്ടാണെന്ന് കൂടി അറിയേണ്ടതുണ്ട്. ശാരീരിക ബുദ്ധിമുട്ടുകൾ നേരിടുന്നു എന്ന കാര്യം അദ്ദേഹം അന്വേഷണ സംഘത്തെ അറിയിച്ചിരുന്നു. അല്പസമയങ്ങൾക്ക് തന്നെ അദ്ദേഹത്തെ തിരുവനന്തപുരത്തെ ജനറൽ ആശുപത്രിയിൽ എത്തിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാഖി, വീണ, എന്തായാലും ശബരിമല സ്വർണ്ണ കവർച്ചാ കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയതായി വരുന്ന അപ്ഡേറ്റ് ആണ്. അറസ്റ്റിലായ തന്ത്രിക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടു. തന്ത്രി കണ്ഠരര് രാജീവർക്ക് ജയിലിൽ വെച്ച് ദേഹാസ്വാസ്ഥ്യം എന്നുള്ള വാർത്തയാണ് ഈ മണിക്കൂറിൽ ഏറ്റവും പുതുതായി പുറത്തുവരുന്നത്. തന്ത്രിയെ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റും. ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ തന്ത്രിയുടെ അറസ്റ്റ് സംബന്ധിച്ച് സംശയങ്ങളുണ്ടെന്ന് BJP ആലപ്പുഴ സൗത്ത് ജില്ലാ അധ്യക്ഷൻ സന്ദീപ് വാചസ്പതി. മന്ത്രിമാരെ രക്ഷിക്കാനാണോ തന്ത്രിയെ പിടിച്ചത് എന്ന് സംശയമുണ്ട് എന്നും തന്ത്രി കണ്ഠരര് രാജീവരുടെ വീട്ടിൽ സന്ദർശിച്ചതിന് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. കാരണം മന്ത്രിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് സർക്കാർ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് 3 മന്ത്രിമാരുണ്ടായിരുന്നില്ല. മന്ത്രി അറിയാതെ ദേവസ്വത്തിൻ്റെ മുൻ കമ്മീഷണർമാരടക്കം പറഞ്ഞില്ലേ, ദേവസ്വം ബോർഡിൽ ഒരു ഇല അനങ്ങണമെങ്കിൽ മന്ത്രിയുടെ അനുമതി വേണം. മന്ത്രിയുടെ അനുമതി ഇല്ലാതെ ദേവസ്വം ബോർഡിലെ ഒരു ട്രാൻസ്ഫർ നടത്തും